മാറ്റാവുന്ന ഒന്നല്ല അത്. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എന്റെ മകൾ ഇവിടെ അവർ ലേഡീസ് തോപ്പുംപടിയിലാണ് പഠിച്ചിരുന്നത്. ഞാനും പള്ളുരുത്തിക്കാരൻ തന്നെയാണ്. ശരി. ഇവിടെ എന്റെ മകളുടെ കൂടെ നിറച്ച് മുസ്ലിം പെൺകുട്ടികൾ ഇവരൊക്കെ വരാറുണ്ട്. അതിപ്പം ഇവിടെ കേരളത്തിലില്ല, അത് എഞ്ചിനീയറാണ്. അവിടെ ഇവിടെയാണല്ലോ റിലയൻസിൽ ജാംനഗറിൽ. അതുകൊണ്ട് അവരൊക്കെ ആയിട്ട് അവരൊന്നും കണ്ട വ്യത്യാസം തന്നെ അന്നത്തെ കാലത്തില്ലായിരുന്നു. ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നുന്നു. അവിടെയുള്ളവരല്ല അതിന്റെ പുറകിൽ കേട്ടോ. ഏതോ ബാഹ്യ ശക്തികൾ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാ തോന്നുന്നത്. പിന്നെ അവരൊരു ചോദിക്കുന്ന ഒരു ചോദ്യം, അവരുടെ ചില മുസ്ലിങ്ങൾ ആ സമുദായത്തിൽപ്പെട്ടവര് അതിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നതിനും ഇത് വളരെ മോശമാണെന്നും പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്പർ 1 നോൺസെൻസ് ആണ്. ഞാൻ നോൺസെൻസ് ഇതിലെ കൂടി പറയുന്നതിൽ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യസ്തരുടെ വേഷം വേറെയാണ്. അവർക്കത് ഓരോ കോൺഗ്രിഗേഷൻ, അതായത് സലേഷ്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഓരോ യൂണിഫോം കൊടുത്തിട്ടുണ്ട്, ഇവരെ കുട്ടികളുടെ യൂണിഫോം മാതിരി. അപ്പൊ ആ സിസ്റ്റേഴ്സ് അവരുടെ അവരുടെ ശിരോവസ്ത്രം അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഉടനെ ഇവർ പറയുന്ന അങ്ങനെയാണെങ്കിൽ അതെന്തിനാ ഇട്ടിരിക്കുന്നതെന്ന്. അതൊരു ശരിയായ ചോദ്യം അല്ലല്ലോ അത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സന്യാസി ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയതാണ്. ഞാൻ അത്ര കേട്ടിട്ടില്ല. ഇതുവരെയൊക്കെ ഒരു സന്യാസി മുഖ്യമന്ത്രി ആയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അയാൾ ആ സന്യസ്ത വേഷത്തിലിരിക്കും. അത് കണ്ടിട്ട് നാളെ പിണറായി വിജയൻ കാര്യം എടുക്കണം, സ്റ്റാലിനും ചെയ്യണം, നരേന്ദ്രമോദി അങ്ങനെ ഇടണമെന്നൊന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല അത്. അപ്പൊ അവരൊരു തരം എന്താ പറയുന്നത്, ഒരു കാര്യമായിട്ട് ബന്ധപ്പെടാത്ത വേറൊരു കാര്യം എടുത്ത് ചോദിക്കുക. അതൊക്കെ അവിടെ വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാരുടെ സെന്റിമെന്റ്സ് കുത്തിപ്പൊക്കുകയാണ്. ഇവിടെ പള്ളുരുത്തിയൊന്നും അങ്ങനത്തെ പ്രദേശമല്ല. എന്റെ മകള് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഗ്രാൻഡ് ഫാദർ, ഞാനൊരു അപ്പൂപ്പനായി. ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഇതായിരുന്നു എല്ലാവരും. ഇഷ്ടംപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടതാനും എനിക്ക് പരിചയമുള്ളവർ. രജിസ്ട്രാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന എന്റെ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ അടുത്തടുത്തുണ്ട്. ഇതെവിടെ പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് ആരോ കുത്തിരിപ്പുണ്ടാക്കിയതല്ല. ഇത്ര വലിയൊരു വിഷയമായിട്ട് ഇന്ന് പൊതുവേദിയിൽ വരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ ഡേവിഡ് വിജയ്, നമ്മളത് ചർച്ച ചെയ്തത് ഇത്തരമൊരു സംഭവം ഒക്കെ കേരളത്തിൽ സാധാരണഗതിയിൽ ഒരു സ്കൂളിലെ ചെറിയ തർക്കമായി പോകേണ്ടതിനെ സംഘടനകൾ ഏറ്റെടുക്കുക, ഒരു ഭാഗത്തു നിന്ന് അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുക, മറുഭാഗത്തു നിന്ന് ഇത് അവർക്കെതിരെ നടന്ന ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സ്വഭാവം തന്നെ, ഒരു രക്ഷാകർത്താവും സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു ചെറിയ വിഷയത്തെ അവർക്ക് രണ്ടുപേർക്കും മാത്രം പരിഹരിക്കാവുന്ന വിഷയത്തെയൊക്കെ എങ്ങനെയാണ് രണ്ട് മതങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് മാറ്റാൻ ചിലർ ശ്രമിക്കുന്നത്. അതൊരു ജാഗ്രത വേണ്ട ഒരു വിഷയം കൂടിയാണ് കേരളം. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ആ വിഷയം ഈ പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തത്. ശ്രീ കേശവദാസ് ആണ്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കേശവദാസ്, താങ്കൾ ആന്ധ്രയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുപ്പതി നേർ സാർ. ഓൾറെഡി ഞാൻ സാറിന് GST കാര്യത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഓർമ്മയുണ്ട് GST കാര്യത്തിൽ. ശരി, താങ്കൾ പറഞ്ഞോളൂ. സാർ, ഈ സംഭവമൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ സംഭവമായിട്ട് ഇത് കണക്കൂട്ടാൻ പാടില്ല സാർ. ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്. അവർക്കൊരു ഭയങ്കരമായ മാസ്റ്റർ പ്ലാനിങ്ങും ഉണ്ട്. അല്ലാതെ ഒരു ചെറിയൊരു പെൺകുട്ടി വന്നിട്ട് അത്രത്തോളം മതത്തിനെ പറ്റി പറയുമ്പോൾ ആ കുട്ടികൾക്ക് അവർക്ക് എത്രത്തോളം മതം അവരെ തലയിൽ കയറ്റി കൊടുക്കുന്നുണ്ടെന്ന് ഇവരാരും ആലോചിക്കണില്ല. പിന്നെ ഇന്ന് ഈ പ്രശ്നം സോൾവ് ആയത് ഗവൺമെന്റിന്റെ പിടിപ്പുകളെന്നല്ല സാർ. ഇത് ഹൈക്കോടതിയിൽ പോയില്ലെങ്കിൽ ഈ പ്രശ്നം ഒരു ആളി കത്തിച്ചുണ്ടാവും. അവിടെ സാറൊന്ന് നോക്കൂ, അവിടെ വന്നത് ആദ്യം ഈ SDPIക്കാരെന്ന് പറഞ്ഞ ആൾക്കാരാണ് ആദ്യം വന്നത്, അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവരെ പല ചാനലിലും നമുക്ക് കാണാൻ പറ്റും, അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാടിന്റെ സമാധാനം കെടുക്കണം. ഇവരൊരൊറ്റ ചിന്താഗതി അതേ ഉള്ളൂ സാർ. ഒന്നാമത്തെ ഫസ്റ്റ് വന്നിട്ട് രാഷ്ട്രീയമാര് പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമേ സാർ ഈ പ്രശ്നങ്ങളുള്ളൂ. നോർത്ത് ഇന്ത്യയിലൊന്നും ഈ പ്രശ്നമില്ലല്ലോ. ശ്രീ കേശവദാസ്, താങ്കൾ ഒരു മിനിറ്റ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നിടത്തേ പ്രശ്നങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും ഒക്കെ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ അത് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഇവ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം. ഈ കേരളത്തിൽ മറ്റേത് സംസ്ഥാനവുമായി കമ്പയർ ചെയ്താലും വർഗീയ സംഘർഷങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള അനാവശ്യമായ കേൾക്കുമ്പോൾ പുറമേക്ക് സില്ലിയെന്ന് തോന്നുന്ന തർക്കങ്ങളും കലാപങ്ങളിലേക്കും ഒക്കെ പോകുന്നതിൽ ഏറ്റവും കുറവുള്ള നാട് ഇപ്പോഴും നമ്മുടെ കേരളം തന്നെയാണ് സാർ. കേരളം തന്നെയാണ് സാർ. എന്തുകൊണ്ട് അത് കേരളം? ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ട് നമുക്ക് കേൾക്കാം ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നോർത്ത് ഇന്ത്യ ഒക്കെ എത്രയോ ശാന്തമായിട്ട് വരാണ്. ഇന്ന് കാശ്മീർ പോലും ശ്രീ കേശവദാസ്, ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഈ പറയുന്ന ദളിതരുടെ അല്ലെങ്കിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങൾ, അതിന്റെ കഥകളും അതിന്റെ വാർത്തകളും ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ സാർ?
സാർ ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ പോയി അന്വേഷിക്കുമ്പോഴേ സാർ ഇതിന്റെ സത്യങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. ഇപ്പോ നമ്മുടെ നാട്ടിൽ ന്യൂസ് പേപ്പറിൽ വരും പശു കള്ളക്കടത്ത് അടിച്ചു കൊന്നു. അവിടെ ചെന്ന് ഞാൻ രാജസ്ഥാനിലൊരു ഇതിന് പോയപ്പോ അവിടെ ചെന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വന്നിട്ട് ഞങ്ങളുടെ പശുവിനെ കട്ടു പോകുമ്പോ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾ കാണു പിടിക്കണു, അപ്പൊ അവര് ഉപദ്രവിക്കുന്നു. കേശവദാസ്, ഈ ഒരു വിഭാഗം മാത്രം എല്ലായ്പ്പോഴും കള്ളന്മാരായി പിടിക്കപ്പെടുകയും അവർ സമൂഹ വിചാരണക്കിരയായി കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ലോ നമ്മളാരും. സാർ നമ്മൾ മണ്ടന്മാരല്ല, നമ്മൾ യഥാർത്ഥ സംഭവം അറിയാത്ത കാരണമാണ് നമ്മൾ മണ്ടന്മാരല്ല നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥ സംഭവങ്ങൾ അറിയുമ്പോഴാണ് ശ്രീ പ്രശ്നം. കേശവദാസ്, എന്തായാലും താങ്കൾക്ക് ഇന്ത്യയിലെ ഇതിനൊക്കെ ആധികാരികമായി ക്രൈം റെക്കോർഡ് ബ്യൂറോ ഒക്കെ കൃത്യമായ കണക്കുകളും അടക്കമുണ്ട്. ആ കണക്കുകളിൽ പോലും ഉത്തരേന്ത്യൻ പല സംസ്ഥാനങ്ങളിലുമൊക്കെ കേരളമൊക്കെ എടുക്കുന്ന പോലെ കേസാകുമോ എന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു ദളിതൻ പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പിന്നാക്ക മുസ്ലിം ഒരാൾ പോയി പരാതി കൊടുത്താൽ അതിൽ എത്ര പേർ കേസെടുക്കുമെന്നുള്ള ചോദ്യങ്ങളടക്കം നിരവധി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഉള്ളതാണ്. കേരളത്തിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് കരുതി കേരളം അവരെക്കാൾ മോശമാണ് എന്ന് പറയുന്നത് ഒരു കണക്കിലും ശരിയാവില്ല. സാർ കേരളം മോശമാണെന്നല്ല, കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാരാണ് ഈ പ്രശ്നത്തിന് കാരണം. അത് ഏത് വിഭാഗം ആൾക്കാരാണ് ശ്രീ കേശവദാസ്? മുസ്ലിം വിഭാഗത്തിന്റെ അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിലെ ഒരാളുകളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും കേരളത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കണം, കേരളത്തിന്റെ പൊതു മതേതര സാഹചര്യത്തിൽ ഒത്തു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന് മാതൃക പുലർത്തുന്നവരുമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. ഈ SDP അംഗീകരിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ? താങ്കൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മതമാകെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത്? അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇതേപോലെ ഹിന്ദു മതത്തിലെ ആൾക്കാർ, ക്രിസ്ത്യൻ മതത്തിലെ ആൾക്കാർ, ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും സമാനമായ രീതിയിലേക്കുള്ള തീവ്രവാദ സംഘടനകളില്ലേ? സാർ തീവ്രവാദത്തിനെങ്കിൽ ഇവരുടെ തീവ്രവാദം, മത തീവ്രവാദം എന്തിനാണ് ഇതൊക്കെ ഈ കേരളത്തിലേക്ക് ഇത്രത്തോളം വരുന്നത്? എല്ലാ മത തീവ്രവാദി, അതിന് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഒറ്റ സ്വഭാവമാണ്. ഇവർക്കെല്ലാം അവൻ വളർന്നാലേ ഞാൻ വളരൂ, ഞാൻ വളർന്നാലേ അവൻ വളരൂ. ഇത് തന്നെയാണ് അവരുടെ സ്വഭാവം. ഹിന്ദു തീവ്രവാദം കാണിച്ചേ മുസ്ലിം തീവ്രവാദിക്ക് വളരാൻ കഴിയൂ, മുസ്ലിം തീവ്രവാദം കാണിച്ചേ ഹിന്ദു തീവ്രവാദിക്ക് വളരാൻ കഴിയൂ. എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കുന്നതും ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും ഇവർ ഒറ്റക്കെട്ടായിട്ടാണ്. അതിന് യാതൊരു സംശയവുമില്ല. സാർ ഒരു കാര്യം സാർ ഒരു നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വന്നാൽ ഉടനെ മറ്റു മതവിഭാഗങ്ങളിൽ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ആരാണ് ഈ വർഗീയത വളർത്തുന്നത്? വർഗീയത വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് ആർക്കാണ്? ഒരു ചെറിയ കുട്ടി പോലും അവലും മലരും വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സാറ് അതിനേക്കാൾ എത്രയോ ക്രൂരമായ രീതിയിലേക്ക് കേരളത്തിലെ വർഗീയത വളർത്തുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഈ പറയുന്ന പല സംഘടനകളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വിദ്വേഷ പ്രചരണങ്ങൾ എത്രത്തോളം വലുതാണ്? മനുഷ്യനായി കാണാതെ മുഴുവൻ ഭക്തന്റെ രീതിയിൽ മാത്രം കാണുന്ന വിദ്വേഷ പ്രചരണങ്ങളല്ലേ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട നേതാക്കളടക്കം പറയുന്നത്, സ്ത്രീകളടക്കമുള്ള നേതാക്കളടക്കം പറയുന്ന വർഗീയ വിദ്വേഷം പടർത്തുന്ന വാചകങ്ങൾ എത്രത്തോളം വിഷമോപിപ്പിക്കുന്നതാണ്. അതൊന്നും താങ്കൾക്ക് വിഷയമല്ല. ഏത് മതമായിക്കോട്ടെ, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിക്കോട്ടെ, തീവ്രവാദികൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അവർക്ക് വർഗീയത എന്നുള്ള ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അതിന് ഒരു മതത്തിലും ഒരു വ്യത്യാസവുമില്ല. സാർ അതാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ